രണ്ടു പതിറ്റാണ്ടുകാലത്തെ ഉദ്യമത്തിനു ശേഷം ഗസയിൽ നിന്നും ഹമാസ് പടിയിറങ്ങുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെട്ടതും ഉപരോധിക്കപ്പെട്ട ഒരു ഭൂപ്രദേശത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനം പടിയിറങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചരിത്രപരമായ പ്രഖ്യാപനമാണിത്. എന്തുകൊണ്ടാണ് ഹമാസ് ഈ തീരുമാനമെടുത്തത്? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ അവർ ഗസയ്ക്ക് നൽകിയതെന്താണ്? ഈ പടിയിറക്കം ഫലസ്തീൻ്റെ ഭാവിക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. 2006 ഫലസ്തീനിൽ നടന്ന ജനാധിപത്യപരമായ പൊതു തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് ഹമാസ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്. അതുവരെ ഫലസ്തീൻ അതോറിറ്റി ഭരിച്ചിരുന്ന ഫത്തഹ് പാർട്ടിയെ അവർ അട്ടിമറിച്ചു. തുടർന്ന് 2007 ഉണ്ടായ ആഭ്യന്തര സംഘർഷങ്ങൾക്കൊടുവിൽ ഗസയുടെ പൂർണ്ണമായ ഭരണം ഹമാസ് കൈക്കലാക്കി. ഒരു വശത്ത് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ അതോറിറ്റിയും മറുവശത്ത് ഗസയിൽ ഹമാസും എന്ന രീതിയിൽ ഫലസ്തീൻ രാഷ്ട്രീയം രണ്ടായി പിളർന്നു. അന്നു തൊട്ടു ഇന്ന് വരെ കഴിഞ്ഞ 20 വർഷമായി കടുത്ത ഇസ്രായേൽ ഉപരോധങ്ങൾക്കിടയിലും ഗസയെ ഭരിച്ചതും നിയന്ത്രിച്ചതും ഹമാസ് ആയിരുന്നു. ഒരു ഭരണകൂടം എന്ന നിലയിൽ വലിയ വെല്ലുവിളികളാണ് ഹമാസ് നേരിട്ടത്. ഇസ്രായേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധം കാരണം ഗസയിലേക്കുള്ള ഭക്ഷണമോ മരുന്നോ നിർമ്മാണ സാമഗ്രികളോ കൃത്യമായി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിലും ഒരു സമാന്തര സർക്കാർ സംവിധാനം കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചു. സ്കൂളുകൾ, ആശുപത്രികൾ, ആഭ്യന്തര സുരക്ഷ എന്നിവ അവർ നിയന്ത്രിച്ചു. പക്ഷേ ഈ നാണയത്തിന് മറ്റൊരു വശവുമുണ്ട്. ഉപരോധം മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥ, കടുത്ത തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ കാരണം ഗസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരുന്നു. പല സാഹചര്യങ്ങളിലും ഹമാസിന്റെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ നിരവധി തവണയാണ് ഇസ്രായേലുമായി ഹമാസ് ഏറ്റുമുട്ടിയത്. എന്നാൽ ചരിത്രത്തെ മാറ്റിമറിച്ച് അടുത്ത കാലത്തുണ്ടായ കനത്ത യുദ്ധങ്ങളാണ്. ഇസ്രായേലിന്റെ തുടർച്ചയായുള്ള സൈനിക നീക്കങ്ങളും കടുത്ത ആക്രമണങ്ങളും ഗസയെ പൂർണ്ണമായി തകർത്തു കളഞ്ഞു. 10,000-കണക്കിന് മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഗസ മാറി. ഈ സാഹചര്യത്തിലാണ് ഹമാസിന് ബോധ്യപ്പെടുന്നത് തങ്ങൾ ഇനി ഒരു ഭരണകൂടവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന്. ഗസയിലെ ജനങ്ങളുടെ അതിജീവനത്തിനും അന്താരാഷ്ട്ര സഹായങ്ങൾ വന്നെത്തുന്നതിനും ഒരു രാഷ്ട്രീയമായ മാറ്റം അനിവാര്യമാണെന്ന് ഹമാസ് തിരിച്ചറിഞ്ഞു. ഹമാസ് ഭരണം അവസാനിക്കുന്നതിന് പിന്നിൽ വിവിധ കാരണങ്ങളുണ്ട്. പ്രധാനമായും തകർന്നടിഞ്ഞ ഗസയുടെ പുനർനിർമ്മാണം. ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റ് സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഐക്യ ഫലസ്തീൻ ഭരണകൂടത്തിനോ മാത്രമേ അന്താരാഷ്ട്ര ഫണ്ടുകൾ സ്വീകരിച്ച് ഗസയെ പുനർനിർമ്മിക്കാൻ കഴിയൂ. മറ്റൊന്നാണ് ഫലസ്തീനിലെ രാഷ്ട്രീയ ഐക്യം. ഫത്തഹും ഹമാസും മറ്റ് ഗ്രൂപ്പുകളും ചേരുന്ന ഒരു പൊതു സംവിധാനത്തിലേക്ക് വഴിമാറുക എന്നതാണ്. ഫത്തഹും ഹമാസും മറ്റ് ഗ്രൂപ്പുകളും ചേരുന്ന ഒരു പൊതു സംവിധാനത്തിലേക്ക് വഴിമാറുക എന്നത് ഫലസ്തീൻ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനാവശ്യമാണ്. 2 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഹമാസ് ഭരണം ഒഴിയുന്നത് ഒരു പക്ഷേ അവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ ഇല്ലാതാകുന്നു എന്നല്ല, മറിച്ച് അവർ ഒരു ഭരണകൂടം എന്ന പദവിയിൽ നിന്നു മാറി കേവലം ഒരു രാഷ്ട്രീയ പ്രതിരോധ പ്രസ്ഥാനമായി തുടർന്നേക്കാം. ഭരണം ഒരു പുതിയ ഐക്യ സർക്കാരിന് കൈമാറുന്നതിലൂടെ ഗസയിലെ ജനങ്ങൾക്ക് സമാധാനവും പുനരധിവാസവും ലഭിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഹമാസിന്റെ ഈ പടിയിറക്കം ഗസയിലെ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമോ അതോ മിഡിൽ ഈസ്റ്റിൽ പുതിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വഴി തുറക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.